എനിക്ക് തോന്നുന്നു ഈ 35 പേരിൻ്റെ കമ്മിറ്റിയിൽ നമ്മളുടെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നല്ലൊരു പ്രതിനിധിത്വം കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായവും എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ടും മഹിളകളുടെ എണ്ണം കുറച്ച് കൂടിയിട്ട് ഇതെല്ലാം നല്ലത് തന്നെ. എനിക്ക് തോന്നുന്നു ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരേ ഒരു യൂണിറ്റിയോട് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഈ കമ്മിറ്റി അതിനെ സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ അംഗസംഖ്യ കൂട്ടുന്നു, പിന്നെ നേതൃത്വത്തിന് നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ, ഏറ്റവും ചെറിയാൻ ഫിലിപ്പ്, അതുപോലെ തന്നെ വി എം സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്നു. ജംബോ കമ്മിറ്റി ഒഴിവാക്കുന്നതായിരുന്നു സുധാകരനൊക്കെ വന്നിപ്പോൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ 36 അംഗ കമ്മിറ്റിയാക്കി കൂട്ടിയിരിക്കുന്നു. അത് ജംബോ ആണോ? അതാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു വലിയ ജനാധിപത്യ പാർട്ടിയിൽ 36ഓ 24ഓ അത് വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. കുറച്ച് ഇരിക്കട്ടെ ആൾക്കാർ. കാരണം ഈ കാര്യത്തിൽ നമ്മൾക്ക് ആവശ്യപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും പ്രത്യേകിച്ച് നമ്മളുടെ ഓരോരോ കാര്യങ്ങൾ ഈ ഇലക്ഷൻ വരുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തീരുമാനിക്കാനുള്ളത് ഒരു ബ്രോഡ് ബേസ് തീരുമാനമായിരിക്കും നല്ലത്. അപ്പോൾ അത് വലിയ കുറ്റമൊന്നും കാണുന്നില്ല. വിമർശനത്തിൻ്റെ വിഷയത്തിൽ ആരാണ് രാഷ്ട്രീയത്തിൽ വിമർശനം ഇല്ലാത്തവർ? ഞങ്ങൾ എല്ലാവർക്കും ഓരോരോ കാര്യത്തിലും വിമർശനം അനുഭവിക്കാൻ ആവശ്യമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചും വലിയൊരു കോമൻറ്റ് അടിക്കാൻ ആവശ്യം തോന്നുന്നില്ല. ഈ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷത്തെ കൂടി കൂട്ടി യോജിപ്പിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിനും സമ്മർദ്ദം ചെലുത്താനാണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവിനെയും വിളിച്ചത്. അതിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ്, പങ്കെടുക്കുമോ? നോക്കൂ, ഈ വിഷയത്തിൽ പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. ഞാനൊരു വ്യക്തിപരമായ അഭിപ്രായം ഈ കാര്യത്തിൽ പറയുന്നില്ല. 1-2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കാനുള്ളത്, ഈ സർക്കാർ കാണിച്ച ചില പെരുമാറ്റങ്ങൾ, ആ ടിയർ ഗ്യാസ് അനാവശ്യമായി അടിച്ചു, വാർണിംഗ് ഇല്ലാതെ ആ വാട്ടർ ക്യാൻ അടിക്കൽ, നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ എതിരെ കേസ്, ഓരോരു നോൺ ബെയിലബിൾ കേസ് അടിച്ച് കള്ളനെപ്പോലെ വീട്ടിൽ ചുറ്റും 6 മണിക്ക് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ, ഇതൊക്കെ കണ്ട ശേഷം എങ്ങനെ ഈ ഭരിക്കുന്ന പാർട്ടികളോടൊപ്പം നമുക്ക് സഹകരിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചിലവരുടെ മനസ്സിൽ. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ട്. ആരാണ് ഉള്ളത് പാർലമെൻറ്റിൽ? ഡൽഹിയിൽ 19 പേര് UDF അല്ലേ? ഞങ്ങളല്ലേ കേരളത്തിന് വേണ്ടി ഓരോരോ ചോദ്യങ്ങൾ എടുക്കുന്നതും ഓരോരോ വിഷയത്തിൽ സംസാരിക്കുന്നതും. ഞങ്ങൾ നിർമ്മല സീതാരാമൻ അടക്കമായി കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. പക്ഷേ ഈ ഭരിക്കുന്ന സർക്കാരും ഒരു ഉത്തരവാദിത്വമുണ്ട്. അഥവാ ഞങ്ങളോടൊപ്പം സഹകരിക്കണം അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതുപോലെ പെരുമാറട്ടെ. അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഈ ശശി തരൂർ MPയുടെ അഭിപ്രായം പങ്കെടുക്കേണ്ടതില്ല എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പാർട്ടിയുടെ അകത്തേ പറയുള്ളൂ. ഞങ്ങളൊരു തീരുമാനം പാർട്ടിയായിട്ട് എടുക്കും. അത് പാർട്ടി നേതൃത്വത്തിൽ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് മനസ്സിൽ 1-2 കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ടാണ് ഈ ചർച്ച ചെയ്യേണ്ടത്. അവസാനത്തിൽ സഹകരിക്കണമെന്നും ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് കോൺഗ്രസ് പാർട്ടിയിൽ. പക്ഷേ അതിന് കണ്ടീഷൻസിന് എപ്പോഴും പറഞ്ഞ് 2 കൈ ആവശ്യമുണ്ട് തപ്പ് കൊട്ടാനാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു കൈ വെച്ചിട്ട് വലിയ കാര്യമില്ല. മറ്റേവരും കുറച്ച് സഹകരിക്കട്ടെ എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത്രയും.